Hi everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. സോ കമ്മ്യൂണിക്കേഷൻ has always been something that constantly evolved. എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പ്രീ ഹിസ്റ്റോറിക് ഹ്യൂമൻസ് ഗ്രൺസും ജെസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ വെച്ചിട്ടാണ് മെയിൻലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള മാർഗങ്ങൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഉണ്ടായി. പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്പോക്കൺ ലാംഗ്വേജും റിട്ടൺ ലാംഗ്വേജും ഡെവലപ്പ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഡിജിറ്റൽ ടെക്നോളജി വളർന്നു വരുന്നതോടെ കമ്മ്യൂണിക്കേഷന് പുതിയ പുതിയ മാർഗങ്ങളും തെളിഞ്ഞ് വന്നു. Now first let's talk about the main two types of communication, verbal and non-verbal. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ള ഒരു മാർഗമാണ്, അല്ലെ, ഒരു പ്രോസസ്സാണ്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന പ്രൈമറി ടൂൾ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. പക്ഷെ എല്ലാ ടൈപ്പ് കമ്മ്യൂണിക്കേഷനും ലാംഗ്വേജിനെ റിലൈ ചെയ്യുന്നത് അല്ല. രണ്ട് ടൈപ്പ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വെർബലും നോൺ വെർബലും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് യൂസ് ചെയ്യാതെ നോൺ ലിംഗ്വിസ്റ്റിക് മീൻസിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് റിലൈസ് ഓൺ വേർഡ്സ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ പിവറ്റൽ ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെ. നമ്മുടെ സറൗണ്ടിങ്സിനനുസരിച്ച് നമ്മൾ നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഫോർമലും ഇൻഫോർമലും ആവാം. ഇപ്പോ എന്താ പറയാ, പിയേഴ്സിന്റെ ഇടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഇൻഫോർമൽ ആണ്. അവിടെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടാവും, ഐഡിയാസ്, തോട്ട്സിന്റെ, ഇമോഷൻസിന്റെ ഒക്കെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടാവും. അതിന് കോൺട്രാസ്റ്റ് ആണ് ക്ലാസ് റൂമിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. അതവിടെ ലാംഗ്വേജ് ഫോർമൽ ആയിരിക്കും, നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് സ്പെസിഫിക് ആയിരിക്കും, അല്ലെ. സെമിനാറുകളുടെ, കോൺഫറൻസിന്റെ ഒക്കെ ഇതൊക്കെ സംസാരിക്കുമ്പോൾ വി കീപ്പ് എ ഡെക്കോർ when using language. ഇപ്പൊ അതിന്റെ എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ ഒരു ജീന എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു അമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. സോ ഷി വാണ്ട്സ് ടു ഗോ early to office and she requests her mother to make breakfast. അപ്പൊ യു ക്യാൻ സി ലൈക്ക് ബോത്ത് ഓഫ് ദം ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വെരി ക്ലിയർലി വിത്ത് വേർഡ്സ്, അല്ലെ. ജീന പറയുന്നു എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അമ്മ എപ്പോഴാണ് പോവാന്ന് ചോദിക്കുന്നു. ജീന പോകുന്ന സമയം 8 മണിക്കാണ് താൻ പോവാന്ന് പറയുന്നു. പക്ഷെ 7:30 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് അമ്മയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താണ്, ക്ലിയർലി നമുക്ക് രണ്ടുപേരുമായിട്ട് വേർഡ്സ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. പക്ഷെ ഈ ഒരു കോൺവെർസേഷന് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജീനയുടെ അമ്മയ്ക്ക് വെറുതെ ഒന്ന് തലയാട്ടി അഗ്രി ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ടുമോറോ എന്ന് പറയാനായിട്ട് ജീനയ്ക്ക് വെറുതെ ഹാൻഡ്സ് ഒന്ന് വേവ് ചെയ്ത് കാണിക്കാം. സോ ദർ ആർ സെവറൽ ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ: ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോ നമ്മൾ എല്ലാവരും നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, അല്ലെ, ത്രൂ ആ തോട്ട്സ് ആൻഡ് ഇന്റേണൽ മോണോലോഗ്സ്. ഇപ്പൊ നമ്മളെ ഒരാൾ ഇറിറ്റേറ്റ് ചെയ്യാണ്, നമുക്ക് സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കാൻ പറ്റില്ല, ആ സമയത്ത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മൈൻഡിൽ ചിലപ്പോൾ പറയല്ലേ, ഓ ഇയാള് എന്നെ വല്ലാതെ അനുഭവിക്കുന്നു, എനിക്ക് ദേഷ്യം വരുന്നത് നമ്മൾ മൈൻഡിൽ തന്നെ നമ്മളോട് തന്നെ ചിലപ്പോൾ പറയും, അല്ലെ. അപ്പൊ അതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സെൻഡറും റിസീവറും ഒരു ആളാണ്. ഇപ്പൊ അവിടെ ഒരു ഇമേജ് കാണാം, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ. ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്, ആ കുട്ടികൾ ആലോചിക്കാണ് വാട്ട് ഷുഡ് ഐ ഹാവ് ഫോർ ഡിന്നർ. അപ്പൊ അവിടെ സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ്. ഇങ്ങനെ പാർട്ടിസിപ്പൻസ് ഇൻവോൾവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മോഡിനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഇമേജ് കാണാം. ദർ ആർ 2 people who are talking to each other. പിന്നെ വേറൊരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഹ്യൂമൻസിനോടൊപ്പം തന്നെ നമ്മൾ നോൺ ഹ്യൂമൻസിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ്, ഇപ്പൊ പെറ്റ്സ് ഉള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോ ലോങ് ഡേ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ആ പെറ്റ്സ് വുഡ് പ്രോബ്ലി റഷ് ടു ഗ്രീറ്റ് അസ്. പിന്നെ പലപ്പോഴും നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മുടെ പെറ്റ്സ് നമ്മുടെ അടുത്ത് വന്ന് കേളപ്പ് ചെയ്തിരിക്കാറുണ്ട്, അല്ലെ. അപ്പൊ ഇവിടെ എന്താ, പെറ്റ്സിനെ സ്ട്രോക്ക് ചെയ്യുന്നു, ടച്ച് ചെയ്യുന്നു, അവരോട് സംസാരിക്കുന്നു. ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഹ്യൂമൻസും നോൺ ഹ്യൂമൻസും തമ്മിലുള്ള ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും സെൻഡറും റിസീവറും ഒരു പ്ലേസിലാവണമെന്ന് നിർബന്ധമില്ല. സെൻഡറും റിസീവറും സ്പേസും ടൈമും ആയിട്ട് സെപ്പറേറ്റഡ് ആയാലും കമ്മ്യൂണിക്കേഷൻ ഇസ് പോസിബിൾ, വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് പോസിബിൾ. ഇപ്പൊ നമുക്ക് വേറെ കൺട്രീസിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം, അല്ലെ. വി ഹിയർ അബൌട്ട് ഇറ്റ് ത്രൂ മീഡിയ, TV, മാഗസിൻ, സോഷ്യൽ മീഡിയ, ഇതിലൂടെയെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. അത് നമുക്ക് എന്ത് തരുന്നു, വേൾഡിലെ അഫയേഴ്സിനെ പറ്റി ഒരു ധാരണ നമുക്ക് തരും.
ഈ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻഫർമേഷൻ ഒരുപാട് റിസീവേഴ്സിലേക്ക് ഒരേ സമയത്ത് എത്തിക്കുക. അതിനെയാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഫോംസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? അപ്പൊ നമുക്ക് ഇതിൽ കൂടുതൽ ഫോംസിൽ നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതായത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷന്റെ ഫോംസ് ആണ്. പിന്നെ വേറൊരു ഫോം ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് റിട്ടേൺ ഫോം. നമ്മൾ ലെറ്റേഴ്സും മെസ്സേജസും എല്ലാം ആൾക്കാർക്ക്, നമ്മൾ ഇതിനകത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എഴുതി കൊടുക്കും. ഏർലി ഡേയ്സിൽ അതേപോലെ തന്നെ നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യാൻ ഇൻലെൻറ്റ്, പോസ്റ്റ് കാർഡ്, ടെലിഗ്രാം ഒക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിലോ നമുക്ക് ഇമെയിൽ ഉണ്ട്, മെസ്സഞ്ചർ ഉണ്ട്, വാട്സ്ആപ്പ് ഉണ്ട്, അല്ലെ, ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്സ് ധാരാളം ഉണ്ട്. ഇമെയിൽ തന്നെ ഇപ്പോൾ ഒബ്സല്യൂട്ട് ആയി, ഇറ്റ്സ് ഓൺലി യൂസ്ഡ് ഇൻ വെരി ഫോർമൽ സിറ്റുവേഷൻ. പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ നമ്മൾ വേർഡ്സിനോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന കാര്യമാണ് ഇമോജീസ്, സ്റ്റിക്കേഴ്സ് ഒക്കെ. ഇത് നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ ഇമോഷൻസിനെ ബെറ്റർ കൺവേ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളൊരു ജോക്ക് അയക്കുകയാണെങ്കിൽ ഒരു ലാഫിംഗ് ഇമോജി വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ആൾക്ക് ക്ലിയർ ആയിരിക്കും വി ആർ മേക്കിംഗ് എ ജോക്ക്. അപ്പൊ അതെന്താണ്, ഈ ഇമോജീസ്, സ്റ്റിക്കേഴ്സ്, മീംസ് ഒക്കെ എന്താണ്? ദേ ആർ എ പാർട്ട് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ അതുപോലെ നമ്മളിവിടെ പിക്ചേഴ്സും വീഡിയോസും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ വിഷ്വൽ ആൻഡ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ എൻഗേജ് ചെയ്യാണ്. അപ്പൊ ഇമേജ്സിന് വളരെ സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ന്യൂസ് പേപ്പേഴ്സിലും മാഗസിൻസിലും എല്ലാം ഇമേജസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിന് മെസ്സേജ് വളരെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഐഡിയയെ നമ്മൾ ഒരു സ്റ്റെപ്പ് ഫർദർ എടുത്തു കഴിഞ്ഞാൽ സ്കോളേഴ്സ് പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ചാർട്ടുകളും ഡയഗ്രാംസും ടേബിൾസും എല്ലാം യൂസ് ചെയ്യുന്നത്. അത് ചെയ്യുക വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹ്യൂജ് ചങ്ക്സ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ഓർഗനൈസ് ചെയ്ത് സിമ്പിളർ ടു അണ്ടർസ്റ്റാൻഡ് ആക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ഇമേജസും ഗ്രാഫിക്സും എല്ലാം വളരെയധികം യൂസ്ഫുൾ ആവും. പിന്നെ ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് മൂവീസ്. അപ്പൊ മൂവീസിൽ എന്താണ്, ഇമേജസ്, മ്യൂസിക് എല്ലാം വഴി ഇമോഷണൽ ആയിട്ട് സ്റ്റോറി ടെല്ലിങ് നടക്കുന്നുണ്ട്, അല്ലെ? പിന്നെ അതുപോലെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷനെ ഒരുപാട് റിയലിസ്റ്റിക്കും ചീപ്പറും ആക്കിയിരുന്നു. ഇപ്പൊ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ വീഡിയോ ക്യാമറ, മൈക്കും ഉണ്ടെങ്കിൽ വി ആർ ഓൾ സെറ്റ് ടു പ്രൊഡ്യൂസ് ക്വാളിറ്റി വീഡിയോ കണ്ടന്റ്. അപ്പൊ ഇതെല്ലാം ടെക്നോളജി എന്ത് ചെയ്തു നമുക്കത് പറയാം? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയെ റെവല്യൂഷനൈസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓബിയസ്ലി റിട്ടേണും സ്പോക്കണും ലാംഗ്വേജ് ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബാബിൾ ഓഫ് ബേബീസ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജിന് ഡെപ്ത് കൊടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതായത് ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇതെല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന മെസ്സേജിനെ എൻഹാൻസ് ചെയ്യുന്നു, നമ്മുടെ ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷനെ എൻഹാൻസ് ചെയ്യുന്നു. അതേപോലെ തന്നെ നേരത്തെ മെൻഷൻ ചെയ്ത ഇമോജീസ്, സ്റ്റിക്കേഴ്സ് ഒക്കെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനെ എൻഹാൻസ് ചെയ്യും. വെർബൽ കമ്മ്യൂണിക്കേഷന് വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഹ്യൂമൻ വോയിസും ലെറ്റേഴ്സും അസിസ്റ്റ് ചെയ്യുന്ന വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾ അബൌട്ട് gestures, facial expressions, body postures, etc. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എംബ്ലംസും ഇല്ലസ്ട്രേറ്റേഴ്സും എന്ന രണ്ട് ടേംസിൽ കൺസിഡർ ചെയ്യാം. എംബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ വെർബൽ ക്യൂസ് ആണ്. ആ ക്യൂസിന് യൂണിവേഴ്സൽ മീനിങ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ തംസ് അപ്പ് സൈൻ. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈക്ക് ജസ്റ്റ് മീൻസ് ഇറ്റ്സ് വെൽ ഡൺ. പിന്നെ അതുപോലെ നമ്മൾ എംബ്ലംസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദേ ആർ നോട്ട് ദ സെയിം അക്രോസ് ഓൾ cultures. അതേസമയം ഇല്ലസ്ട്രേറ്റേഴ്സ് ദേ ആർ യുണീക് ടു എ പേഴ്സൺ. ഇല്ലസ്ട്രേറ്റേഴ്സ് കൾച്ചറുമായിട്ട് ടൈഡപ്പ് അല്ല. ഇല്ലസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റേഴ്സ്, നമ്മൾ ഇൻവോളണ്ടറിലി യൂസ് ചെയ്യുന്ന ജസ്റ്റേഴ്സ്, നമ്മുടെ അട്ടറൻസസിനെ ഇൻഫോം ചെയ്യാൻ നമ്മൾ ഇൻവോളണ്ടറിലി യൂസ് ചെയ്യുന്ന ജസ്റ്റേഴ്സ് ആണ് ഇല്ലസ്ട്രേറ്റേഴ്സ്. ദേ ആർ നോട്ട് ടൈഡ് ടു എ കൾച്ചർ. നമ്മൾ ഇൻറ്റ്യൂട്ടീവ്ലി പഠിക്കുന്നതാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ ലോങ് ടൈം കഴിഞ്ഞിട്ട് സ്കൂൾ ഫ്രണ്ടിനെ കാണുകയാണ്. അപ്പൊ നമ്മൾ എന്താ, വി സ്മൈൽ, വി ത്രോ ഓപ്പൺ അവർ ഹാൻഡ്സ്, വി ഷോ അവർ ഹാപ്പിനെസ്. അപ്പൊ എന്താണ് ഇത് നമ്മൾ എത്രത്തോളം സന്തോഷം നമുക്കുണ്ടെന്ന് ഈ ജസ്റ്റേഴ്സ് ഒക്കെ കാണിക്കുന്നു.
പിന്നെ പലപ്പോഴും എന്ത് ചെയ്യുന്നു, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വെർബൽ കമ്മ്യൂണിക്കേഷനെ കോൺട്രഡിക്ട് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ്, ഒരാളോട് ചോദിക്കുകയാണ് പുറത്തേക്ക് പോകണമെന്ന് ചോദിക്കുകയാണ്, അയാൾ യെസ് പറഞ്ഞു, പക്ഷെ അയാളുടെ ബോഡി ലാംഗ്വേജ് ഹെസിറ്റന്റ് ആണ്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത്, ആ വെർബൽ കമ്മ്യൂണിക്കേഷനെ കോൺട്രഡിക്ട് ചെയ്യാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അയാൾ നോഡ് ചെയ്യുകയാണെങ്കിൽ ഹെഡ് ഷേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും എന്താ അയാൾ എന്താണ് ആൻസർ പറയുന്നത്, നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. ഇവിടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. പിന്നെ ഒരാളോട് എന്താണ് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഹെഡ് ഷേക്ക് ചെയ്യുക, അതിന്റെ ഒപ്പം നോ എന്ന് പറഞ്ഞു. അപ്പൊ അഗൈൻ എന്താണ് നമുക്ക് മനസ്സിലാവും അവിടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എംഫസൈസ് ചെയ്യാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. Now let's talk more about language. അപ്പൊ ലാംഗ്വേജ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്? അപ്പൊ കൃത്യമായിട്ടും തിയറി ഇല്ലാതെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അത് ഒരുപാട് കാലങ്ങളെടുത്ത് സംഭവിച്ചൊരു കാര്യമാണ്. അത് നമുക്ക് വേണമെങ്കിൽ വി ക്യാൻ ട്രേസ് ഇറ്റ് ബാക്ക് ടു പാലിയോളിത്തിക് ഏജ്. പിന്നെ അതുപോലെ തന്നെ നിയോളിത്തിക് ഏജില് ലാംഗ്വേജിന്റെ സ്ക്രിപ്റ്റ്സിനുള്ള എവിഡൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ ഒബ്സർവേഷനിലൂടെ സയന്റിസ്റ്റ് കണ്ടുപിടിച്ച പോസിബിലിറ്റികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ ഇമിറ്റേഷനിലൂടെയാണ് സ്പീക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതായത് കൊച്ചുകുട്ടികൾ അഡൾട്ട്സ് ഉണ്ടാക്കുന്ന സൗണ്ടിന് ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിക്കാൻ പഠിക്കുന്ന പോലെ. പിന്നെ ഹ്യൂമൻ ലാംഗ്വേജിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആൽഫബറ്റിന് അത് കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന വേർഡ്സുമായിട്ട് ഒരു റിലേഷൻഷിപ്പും കാണാറില്ല. അതേപോലെ തന്നെയാണ് എന്ത്, സൗണ്ട് സ്ക്രിപ്റ്റുകൾ വേർഡ് ടു വേർഡ് ഡിഫർ ചെയ്യും. അപ്പൊ നമുക്ക് പല മീനിങ്ങുള്ള വേർഡ്സ് കിട്ടും, പല പ്രൊനൗൺസിയേഷനിലുള്ള വേർഡ്സ് കിട്ടും. വി ക്യാൻ പ്രൊഡ്യൂസ് ന്യൂ മീനിങ്ഫുൾ വേർഡ്സ്. പിന്നെ അതേപോലെ തന്നെ ലാംഗ്വേജ് ജനറേഷൻ ടു ജനറേഷൻ പാസ് ചെയ്യപ്പെടുന്ന ഒന്നാണ് യൂഷ്വലി. അതുപോലെ തന്നെ നമ്മൾ യൂഷ്വലി ഫസ്റ്റ് പഠിക്കുക നമ്മുടെ മദർ ടങ് ആണ്, അതിനുശേഷമാണ് നമ്മൾ മറ്റ് ലാംഗ്വേജസ് പഠിക്കുന്നത്. പിന്നെ there are different aspects of language that enable communication. ബോഡി ലാംഗ്വേജ് ഉണ്ട്, സൈൻ ലാംഗ്വേജ് ഉണ്ട്, ആനിമൽ ലാംഗ്വേജ് ഉണ്ട്. ലാംഗ്വേജസ് ഹ്യൂമൻസ് കമ്മ്യൂണിക്കേഷൻ ടൂൾ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. ഹ്യൂമൻ ലാംഗ്വേജ് ക്രിയേറ്റീവ് ആണ്. എന്താ പറയാ, ഹ്യൂമൻ ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന അട്ടറൻസസും കോമ്പിനേഷൻസും ദേ ആർ ഇൻഫിനിറ്റ്. ആനിമൽ കമ്മ്യൂണിക്കേഷൻ അതിനെ കമ്പയർ ചെയ്തിടത്തോളം ഡിഫറെന്റ് ആണ്, ലിമിറ്റഡ് ആണ്. ആനിമൽ കമ്മ്യൂണിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യാവുന്ന സൗണ്ട്സും മൂവ്മെന്റ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഐഡിയാസും ലിമിറ്റഡ് ആണ്. അതായത് അവർക്ക് ബേസിക് ഐഡിയാസ് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. അതായത് ഫുഡ്, ഷെൽട്ടർ, വാർണിംഗ്സ് ഓഫ് ഡേഞ്ചർ, ഇതൊക്കെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹ്യൂമൻ ലാംഗ്വേജിന്റെ വേറെ യുണീക് ക്വാളിറ്റിയാണ് ആർബിട്രറിനെസ്. അതായത് ഒരു വേർഡും അതിനോട് അസോസിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്, തോട്ട്, ഫീലിംഗ് ഇതൊന്നുമായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രീ എന്ന വാക്കും ട്രീ എന്ന കൺസെപ്റ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വി ഹിയർ ദ വേർഡ് ട്രീ in a million languages, but the image that comes to our mind is the same. അപ്പോൾ ആ ഒബ്ജക്റ്റും അതിന്റെ ലിംഗ്വിസ്റ്റിക് ഫോമും തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. അതിൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണോമോട്ടോപിക് വേർഡ്സ് ആണ്. അതായത് നോയ്സ് വേർഡ്സും അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന നോയ്സും സിമിലർ ആയിട്ട് ഇരിക്കുക, അതാണ് ഓണോമോട്ടോപ്പിയ. ഓണോമോട്ടോപിക് വേർഡ്സ് ആണ് ഇതിനൊരു എക്സെപ്ഷൻ. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ അതേപോലെ തന്നെ ഇസ് യുണീക് ഇൻ ഇറ്റ്സ് റിഫ്ലെക്സിവിറ്റി. അതായത് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, റിസീവർ അത് പ്രോസസ് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. ഈ ഒരു ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഓവർ ടൈം ആൻഡ് സ്പേസ് സസ്റ്റെയിൻ ചെയ്യാം. പിന്നെ ഇന്ററാക്ഷൻസിലൂടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. ഓവർ ടൈം മീനിങ്സ് ചേഞ്ച്. പിന്നെ അതേപോലെ തന്നെ വേർഡ്സ്, ഫ്രേസസ്, സൈൻസ് എല്ലാം ഇവോൾവ് ചെയ്യും. റിഫ്ലെക്സിവിറ്റി ഹ്യൂമൻ ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ലാംഗ്വേജ് നമ്മളെ പാസ്റ്റിനെയും പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും പറ്റി സംസാരിക്കാൻ എനേബിൾ ചെയ്യുന്നു. നമുക്ക് ഇമാജിനറി തിങ്സിനെ പറ്റി വേണമെങ്കിൽ സംസാരിക്കാം. പിന്നെ അതേപോലെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. ഈ ഒരു ഫീച്ചർ, അതായത് ദി എബിലിറ്റി ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് ടു ഇവോക്ക് ഇവന്റ്സ് ആൻഡ് ഓബ്ജക്ട്സ് റിമൂവ്ഡ് ഫ്രം ടൈം ആൻഡ് സ്പേസ്, അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഒറിജിൻസ് ഓഫ് ലാംഗ്വേജ്. നമ്മുടെ എവറിഡേ ആക്ടിവിറ്റീസ് ലാംഗ്വേജിനെ സ്ട്രോങ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെ? അപ്പൊ എഡ്വേർഡ് സേപ്പർ പറയുന്നത് ലാംഗ്വേജ് ഇസ് എ പ്യൂർലി ഹ്യൂമൻ ആൻഡ് നോട്ട് ഇൻസ്റ്റിങ്റ്റീവ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ്, ഇമോഷൻസ് ആൻഡ് ഡിസയേഴ്സ് ബൈ മീൻസ് ഓഫ് വോളണ്ടിയർലി പ്രൊഡ്യൂസ്ഡ് സിംബൽസ്. അതായത് നോൺ ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഐഡിയാസ്, ഇമോഷൻസ്, ഡിസയർ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള
ഒരു ഹ്യൂമൻ മെത്തേഡാണ് ലാംഗ്വേജ് എന്നാണ് സാപ്പിയർ പറയുന്നത്. പിന്നെ നമ്മൾ എപ്പോഴാണ് ഹ്യൂമൻസിന് ലാംഗ്വേജ് എന്ന ഐഡിയ കിട്ടിയെന്നുള്ളത് ഇറ്റ്സ് ഇമ്പോസിബിൾ ടു നോ. ചില ഫിലോസഫേഴ്സ്, യുവാൽ നോവ ഹറാരി പോലുള്ള ഫിലോസഫേഴ്സ്, അവർ സ്പെക്കുലേറ്റ് ചെയ്യാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ഹ്യൂമൻസിന്റെ ഗോസിപ്പ് ചെയ്യാനുള്ള, അതായത് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള അവരുടെ ആകാംക്ഷയാണ് ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിന് കാരണമായിരുന്നു ചില ഫിലോസഫേഴ്സ് തിയറൈസ് ചെയ്തു. അതായത് ഹ്യൂമൻസ് കൂട്ടത്തോടെ ഒരുമിച്ച് സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയതോടെ ഹേർഡ് സൈസ് ഒരുപാട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്താണ്, എല്ലാ മെമ്പേഴ്സിനെ അറിയാതെയായി. സോ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഗോസിപ്പിൽ റിലൈ ചെയ്യാനായിട്ട് തുടങ്ങി. ടു ഡിസൈഡ് വിച്ച് പേഴ്സൺ ഇൻ ദ ഗ്രൂപ്പ് ദേ ഷുഡ് ട്രസ്റ്റ് ഓർ നോട്ട് ടു ട്രസ്റ്റ്, ഹൂ ദേ ഷുഡ് അവോയ്ഡ്, ആരുടെയൊക്കെ കൂടെ കോഓപ്പറേറ്റ് ചെയ്യണം, അങ്ങനെ. സോ നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് സം തിയറീസ് അബൌട്ട് ദി ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തത് ഇമിറ്റേഷൻ ഓഫ് നാച്ചുറൽ സൗണ്ട്സിലൂടെയാണെന്നാണ് ഒരു തിയറി. നേച്ചറിൽ കാണുന്ന സൗണ്ടിനെ ഇവോൾവ് ചെയ്തിട്ടാണ്, നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന സൗണ്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് ലാംഗ്വേജ് ഉണ്ടായതെന്നാണ് ഒരു തിയറി. വി ഓൾറെഡി നോ ദാറ്റ് ദർ ഓണമോട്ടോപിക് വേർഡ്സ് അല്ലേ. അപ്പൊ ഈ പ്രിമിറ്റീവ് മെൻ എന്താ പറയാ, ഓണമോട്ടോപിക് വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഫെലോ ബീങ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ഇപ്പൊ ബേർഡ്സ് ആണെങ്കിൽ കുക്കു, ക്രോ, ചെർപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നേച്ചറിലുണ്ടാവുന്ന സൗണ്ട്സ് യൂസ് ചെയ്തിട്ട്, അതായത് റാറ്റ്ലിംഗ്, ഊസ്, ബസ്, റിപ്പിൾ, റൂം തുടങ്ങിയ സൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്, ഇതിനെയാണ് നമ്മൾ ബൗ വൗ തിയറി എന്ന് പറയുന്നത്. ഇത് ചില വേർഡ്സിന്റെ ഫോർമേഷനെ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഹൗവെവർ ഈ തിയറി ഇത് ലിമിറ്റഡ് ആണ്, കാരണം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ചില വേർഡ്സിനൊന്നും ഒറിജിനലിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിനെ അതിന് മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു തിയറി ഡിങ് ഡോങ് തിയറിയാണ്. ബൗ വൗ തിയറിക്ക് സിമിലർ ആണ് ഡിങ് ഡോങ് തിയറി. അതായത് ഡിങ് ഡോങ് തിയറി പറയുന്നത് ഹ്യൂമൻസ് നേച്ചറിന്റെ സൗണ്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്ത് അതിനെ വോക്കലി എക്സ്പ്രസ് ചെയ്തിട്ടാണ് ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ് ഉണ്ടായത്. ബൈ യൂസിങ് സെൻസറി ഇംപ്രഷൻസ്, അതായത് ബെല്ല് സ്ട്രൈക്ക് ചെയ്യുന്നു, ട്രീസ് സ്വേ ചെയ്യുന്നു, റിവേഴ്സ് മൂവ് ചെയ്യുന്നു, അതുപോലെ. ഇത് മാക്സ് മുള്ളർ ആണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത്. ഈ തിയറി നേച്ചറിൽ കാണുന്ന ഋതമിനെ സ്ട്രെസ് ചെയ്യുന്നു. ആ ഋതം എങ്ങനെയാണ് ഒരു സെൻസറി ഇംപ്രഷൻ ഹ്യൂമൻസിൽ ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു എക്സ്പ്രഷൻ ആണ് അല്ലെ, പൂപ്പു. അതായത് ജസ്റ്റ് ടു മേക്ക് ഫൺ ഓഫ് സംതിങ് അല്ലെങ്കിൽ ടു സേ സംതിങ് ഇസ് വെരി ട്രിവിയൽ. അതായത് അതൊന്നും അല്ല, നിസ്സാരമാണെന്ന് പറയാം. അപ്പൊ അതുപോലെ തന്നെ പെയിൻ, ഷോക്ക്, എക്സൈറ്റ്മെന്റ്, പ്ലഷർ ഒക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യന്മാരുണ്ടാക്കുന്ന സൗണ്ടിനെ ആണ് പൂപ്പു തിയറി ട്രേസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഹാ ഹാ എന്ന് പറയുന്നു. പിന്നെ അതേപോലെ ഔച്ച് എന്ന്, നമുക്ക് വേദന എടുക്കുമ്പോൾ ഔച്ച് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇങ്ങനെയാണ് ലാംഗ്വേജിൽ ചില വാക്കുകൾ ഉണ്ടായിരുന്നത് പൂപ്പു തിയറി പറയും. പക്ഷെ ഇത് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാനുള്ളൊരു പറ്റുന്നൊരു കാര്യമല്ല. അതായത് ഈ എക്സ്പ്രഷൻസ് എല്ലാം ഡിഫറെന്റ് ലാംഗ്വേജസ് ഡിഫറെന്റ് ആണ് അല്ലെ. ഇപ്പൊ ഓ എന്ന് പറയുന്നത് റഷ്യൻസ് പെയിനിന് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. അപ്പൊ അത് പല എക്സ്പ്രഷൻസും പല കൺട്രീസിൽ പല പ്ലേസുകളിൽ ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ സിമിലർലി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ വേർഡ്സ് ഇങ്ങനെ റിതമാറ്റിക് ആയിട്ട് പറയും. ഇപ്പൊ ഓഹോയ്. പിന്നെ അതേപോലെ നമ്മൾ ഓബ്ജക്ട്സ് നീക്കുമ്പോൾ സൗണ്ട്സ് ഉണ്ടാക്കുന്നതെല്ലാം ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഇത് അവരുടെ എഫേർട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ലാംഗ്വേജ് ഒറിജിൻ ഒരു തിയറി ആർഗ്യൂ ചെയ്യുന്നത് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസിൽ നിന്നാണ് പല വേർഡ്സും ഡെവലപ്പ് ആയിട്ടുള്ളതാണ്. ഇതിനെ യോ ഹോ ഹോ തിയറി എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ഐ ആൻഡ് മീ എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ട് അല്ലെ. മീ എന്ന് പറയുമ്പോൾ നമ്മളെ പോയിന്റ് ചെയ്യാനും പിന്നെ അതുപോലെ യു എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പോയിന്റ് ചെയ്യാനും. പിന്നെ ചില തിയറിസ്റ്റുകൾ പറയുന്നത് നമ്മുടെ ജെസ്റ്റേഴ്സ്, നമ്മുടെ ടങ്ങിന്റെ മൂവ്മെന്റുമാണ് പുതിയ സൗണ്ട്സ്, പുതിയ വേർഡ്സ് ഫോം ചെയ്യാൻ കാരണമായതെന്ന് ചില സയന്റിസ്റ്റ് പറയുന്നു. അതായത് ഏർലി ഡേയ്സിൽ ഹ്യൂമൻ ബീങ്സ് പ്രൈമറിലി ജെസ്റ്റേഴ്സും സയൻസും വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ലേറ്റർ അതിന് ലിപ്സ്, ജോസ്, ടങ് ഒക്കെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു എന്ന് പറയും. ഹ്യൂമൻ സ്പീച്ച് എന്ന് പറയുന്ന ബുക്കിൽ സർ റിച്ചർഡ് പാഗറ്റ് ഈ ജെസ്റ്റർ തിയറി റെഫറൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ തിയറികളെല്ലാം നമ്മളെ കുറച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു അല്ലെ. ഹ്യൂമൻ ബിഹേവിയറും കമ്മ്യൂണിക്കേഷനെ പറ്റി കുറച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പക്ഷേ ഇറ്റ്സ് ഇനാഡിക്വറ്റ് ടു എക്സ്പ്ലെയിൻ ദി ഒറിജിൻ ഓഫ് ഹ്യൂമൻ ലാംഗ്വേജസ്. നമുക്ക് ലാംഗ്വേജ് ഒരുപാട് കാര്യങ്ങളുടെ കോൺസിക്വൻസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തത് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷെ ഒരു എക്സാക്ട് മൊമെന്റ്, ഈ മൊമെന്റിലാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത് നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റില്ല. സോ നൗ ലെറ്റ്സ് ക്വിക്ലി റീക്യാപ്പ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സർവൈവലിനുള്ള ഒരു ബേസിക് ടൂൾ ആണ്. ഹ്യൂമൻ ലാംഗ്വേജ് കോംപ്ലക്സ് ആണ്, സിസ്റ്റമാറ്റിക് ആണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡി ചെയ്യുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ്, പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു.
പിന്നെ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വെർബലും നോൺ വെർബലുമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ ഇൻട്രാ പേഴ്സണൽ ആവാം, ഇന്റർ പേഴ്സണൽ ആവാം, എക്സ്ട്രാ പേഴ്സണൽ ആവാം, അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആവാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് വേർഡ്സും യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അതിനെ നമ്മൾ റിട്ടേൺ, സ്പോക്കൺ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, ടോൺ ഓഫ് വോയിസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അതിൽ ഇമോജീസ്, ജിഫ്സ് എല്ലാം പെടും. പിന്നെ ഹ്യൂമൻ ലാംഗ്വേജ് യൂണീക്ക് ആണ്, അത് ആർബിട്രറി ആണ്, ക്രിയേറ്റീവ് ആണ്, റിഫ്ലെക്സീവ് ആണ്. പിന്നെ അതേപോലെ ഇറ്റ് ക്യാൻ ബി ഡിസ്പ്ലേസ്ഡ് ഓവർ സ്പേസ് ആൻഡ് ടൈം. പിന്നെ ലാംഗ്വേജ് ഇവോൾവ് ഒറിജിനേറ്റ് ചെയ്ത എക്സാക്ട് വേസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് ദർ ആർ സം തിയറീസ് ദാറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ ഹൗ ലാംഗ്വേജ് കുഡ് ഹാവ് ഡെവലപ്ഡ്. So now let's quickly take a look at all the objective questions. എന്താണ് the two types of communication, verbal and non-verbal? ഏത് കമ്മ്യൂണിക്കേഷൻ ആണ് ക്യൂസിനെ റിലൈ ചെയ്യുന്നത്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഏത് തിയറിയാണ് ഓണോമോട്ടോപ്പിയൽ റിലൈ ചെയ്യുന്നത്? ബൗവ തിയറി. കമ്മ്യൂണിക്കേഷൻ വിത്ത് വൺ സെൽഫ് എന്താണ് വിളിക്കുന്നത്? ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഏത് കമ്മ്യൂണിക്കേഷൻ ആണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? വെർബൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ അതേപോലെ ലാംഗ്വേജിന്റെ ഏത് ഫീച്ചറാണ് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. പിന്നെ ഡിങ് ഡോങ് തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണ്? മാക്സ് മുള്ളർ. പിന്നെ ഹ്യൂമൻ സ്പീഷീസ് എന്ന ബുക്ക് എഴുതിയത് സർ റിച്ചർഡ് പാറ്റ്. പിന്നെ രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാർ തമ്മിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്താണ് വിളിക്കുന്നത്? ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ നാച്ചുറൽ സൗണ്ട്സിന്റെ ഇമിറ്റേഷൻ എന്താണ് വിളിക്കുന്നത്? ഓണോമോട്ടോപ്പിയ. So that's it for today, everybody. Thanks for listening.